അസ്സലാമലൈക്കും. ഇന്ന് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുള്ളത് ഒരു കേക്കാണ്. കേക്ക് സാധാരണ കേക്കാണ്, നമ്മൾ ചായക്കൊക്കെ കൂട്ടുന്ന അങ്ങനെ തന്നെ സാധാരണ കേക്കാണ്. അപ്പോൾ നമുക്കത് നോക്കാം, നമ്മൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് ആദ്യമായിട്ട് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു കപ്പ് പഞ്ചസാരയും എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. അപ്പോൾ പ്ലീസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഉമ്മ ഇവിടെ 2 മുട്ട പൊട്ടിക്കുകയാണ്. ആദ്യം തന്നെ മുട്ട എടുത്തിട്ട് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ 2 പാർട്ടും നമുക്ക് ജാറിലേക്ക് ഇടാം. പിന്നെ അതിന് ശേഷം നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇടാം കേട്ടോ. കുറച്ച് നിങ്ങൾക്ക് എത്ര മധുരം അനുസരിച്ച് നിങ്ങൾ അതിലേക്ക് പഞ്ചസാര ഇടുക. പിന്നെ ഉമ്മ എണ്ണ എടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ എണ്ണയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഉമ്മ അടിച്ചിട്ട് ഇതാ ഈ പരുവം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മിക്സിയിൽ നന്നായിട്ട് അരിക്കണം. അപ്പോൾ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് എടുത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. അപ്പോൾ കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് നടക്കുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നമ്മൾ വെനില എസൻസ് ഇട്ട് കൊടുക്കുകയാണ്. വെനില എസൻസ് ഇട്ട് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിലേക്ക് 2 മുട്ട ഇട്ട് കൊടുത്തിട്ടില്ലേ, അപ്പോൾ ആ മുട്ടേൻ്റെ ഫ്ലേവർ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് വെനില എസൻസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെനില എസൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ ഈ രീതിയിൽ നമുക്ക് കിട്ടണം. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ രീതിയിൽ വേണം നമ്മുടെ ബാറ്റർ. അധികം ലൂസും ആയിക്കൂടെ, അതിലും കട്ടിയും ഉണ്ടായിക്കൂടെ. ഒരു മീഡിയം രീതിയിൽ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ಈಗ ನೋಡ್ರಿ ಇದ್ರೊಳಗೆ ಒಂದು ಬಟರ್ ಪೇಪರ್ ತೊಗೊಂಡು ನಾನು ಬಟರ್ ಪೇಪರ್ ಹಾಕಿನಿ ಕುಕ್ಕರ್ನಾಗ. ತಳಗ ಒಂದು ಸ್ವಲ್ಪ ಬಟರ್ ಪೇಪರ್ ಇದ್ದಿದ್ದಿಲ್ಲ, ಅದು ಇಲ್ಲಂದ್ರೆ ಒಂದು ಇದು ಪೇಪರ್ ಬರ್ತೈತಲ್ಲ, ಶೀಟ್ ಪೇಪರ್, ಅದು ತೊಗೊಂಡು ಅದ್ರಾಗ ಎಣ್ಣೆ ಹಚ್ಚಿದ್ರೆ ಬಟರ್ ಪೇಪರ್ ಆಗುತ್ತೆ ನೋಡ್ರಿ. ಅದೇ ಥರನೇ ಮಾಡೀನಿ. ಹಾಕ್ಬೇಕು ನೋಡ್ರಿ. ಈಗ ಹಾಕಿ ಚಲೋ ತಂಗಿಡ್ಲಾರ್ತಿಗತ್ತೆ ಹಿಂಗೆ ಬಡಿಬೇಕು ನೋಡ್ರಿ. ಅದು ಅಂದ್ರೆ ಬಬ್ಬಲ್ಸ್ ಇರಂಗಿಲ್ಲ ಅದ್ರಾಗ, ಹಾಗಾಗಿ ಬಡಿಬೇಕು ಚಲೋ ತಳಗ. ಈಗ ನೋಡ್ರಿ ಗ್ಯಾಸ ಒಂದು ಸ್ವಲ್ಪ ಸ್ಪೀಡ್ನಾಗ ಇಟ್ಟಿದ್ದೆ. ಒಂದು 5 ನಿಮಿಷ ಸ್ಪೀಡ್ ಒಳಗಿಟ್ಟು ಆಮೇಲೆ ಒಂದು ಸ್ವಲ್ಪ ಸಣ್ಣದು ಮಾಡಿ ನೋಡ್ರಿ ಗ್ಯಾಸ್. ಈಗ ಕುಕ್ಕರಿನ ಮುಚ್ಚಳನೂ ಮುಚ್ಚೀನಿ, ಸೀಟಿ ಮಾತ್ರ ಹಾಕಿಲ್ಲ ನೋಡ್ರಿ. ಸೀಟಿ ಹಾಕಿಲ್ಲ, ಮುಚ್ಚಳ ಮಾತ್ರ ಮುಚ್ಚಿದೈತಿ. ಇದು ಒಂದು 20 ನಿಮಿಷ 25 ನಿಮಿಷ ಹಿಂಗೆ ಇಡ್ಬೇಕು ನೋಡ್ರಿ. ಲಘುನ ಆಗುತ್ತೆ ಫ್ರೆಂಡ್ಸ್. ಎಲ್ಲರೂ ಈಗ 45 ನಿಮಿಷ ಅಂತಾರೆ, ಇದಿಲ್ಲ 20 ನಿಮಿಷನಾಗ ಆಗೈತೆ ನೋಡ್ರಿ. ಈಗ ನೋಡ್ರಿ ನಾನು ನೋಡಕ್ಕೆ ಚೆಕ್ ಮಾಡತ್ತೀನಿ. ಒಂದು ಕಟ್ಟಿಗೆ ತೊಗೊಂಡು ಈಗ ಸ್ಟಿಕ್ ಇರ್ತೈತಲ್ಲ ಅದು ತೊಗೊಂಡು ಚುಚ್ಚಿ ನೋಡಾಕೊಂತೀನಿ ನೋಡ್ರಿ. ಅದಕ್ಕೇನು ಹತ್ತಿಲ್ಲ, ಹಾಗಾಗಿ ನಾನು ತೆಗಿಯಾಕೊಂತೀನಿ ಈಗ ನೋಡ್ರಿ ನಮ್ಮ ಕೇಕ್ ರೆಡಿಯಾಗಿ ಬಂದೈತಿಲ್ಲೇ. ಇದು ಚಾಯ್ ಒಳಗೂ ತಿನ್ಬೋದು. ಇದ್ರ ಮ್ಯಾಗ ನಾವು ಕ್ರೀಮ್ ಎಲ್ಲ ಹಾಕಿ ಐಸಿಂಗ್ ಇದು ಕ್ರೀಮ್ ಎಲ್ಲ ಹಾಗೆ ಇದು ಮಾಡಿದ್ವಿ ಅಂದ್ರೆ, ಐಸಿಂಗ್ ಮಾಡಿದ್ವಿ ಅಂದ್ರೆ ಬರ್ತಡೇ ಕೇಕು ಆಗುತ್ತೆ ನೋಡ್ರಿ ಫ್ರೆಂಡ್ಸ್. ನಾನೇ ಹುಡುಗರಿಗೆ ಚಾದಾಗ ಕೊಡಾಕೊಂತೀನಿ ಬೇರೆ. ಈ ವಿಡಿಯೋ ಇಷ್ಟ ಆಗಿತ್ತಂದ್ರೆ ಪ್ಲೀಸ್ ಲೈಕ್ ಮಾಡಿರಿ, ಶೇರ್ ಮಾಡಿರಿ. ಹೊಸ್ದಾಗಿರೋನ ನೋಡತ್ತೀರಿ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡ್ಕೊಂಡು ನೋಡ್ರಿ ಫ್ರೆಂಡ್ಸ್. ಪ್ಲೀಸ್ ಸಪೋರ್ಟ್ ಮಾಡಿರಿ. ನೋಡ್ರಿ ಎಷ್ಟು ಮೆತ್ತಗೆ ಬಂದೈತಿ. ಓಕೆ ನೋಡತ್ತಿರಲ್ಲ ಎಷ್ಟು ಮೆತ್ತಗೆ ಬಂದೈತೆ ಅಂಥೇಳಿ. ಅಷ್ಟು ರುಚಿನೂ ಆಗೈತೆ ರೀ ಫ್ರೆಂಡ್ಸ್. ಇದು ತಿನ್ನೋಕೆ
ನೋಡ್ರಿ ನಾ ಈ ಥರ ಪೀಸ್ ಮಾಡಿಟ್ಟೀನಿ, ಕಟ್ಟಿಂಗ್ ಮಾಡಿಟ್ಟೀನಿ. ಈ ಥರ ಚಾದಾಗೆಲ್ಲ ತಿಂತಾರೆ ಹುಡುಗರು ಅಂಥೇಳಿ. ನೋಡ್ರಿ ಎಲ್ಲ ಬೇಕೂ ಚಲೋ ಆಗೈತಿ ತಳಗೆಲ್ಲ. ಮತ್ತು ನಾನು ನೆಕ್ಸ್ಟ್ ವಿಡಿಯೋದಾಗ ಸಿಗ್ತೀನಿ ಫ್ರೆಂಡ್ಸ್. ಬಾಯ್ ಬಾಯ್, ಟೇಕ್ ಕೇರ್, ಗುಡ್ ನೈಟ್.